ഹായ്, ഞാൻ നമ്മളെ തോട്ടത്തിലുള്ള എന്നുവെച്ചാലേ ഞാനിന്ന് പറയാൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഫാമിങ്ങിലേക്ക് ഇറങ്ങിയപ്പം ഞാനിതിനെപ്പറ്റി ഇങ്ങനെ മനസ്സിലാക്കുമായിരുന്നു. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ കൃഷിയിൽ വിജയിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളാണ് ഞാൻ മേജറായിട്ട് മനസ്സിലാക്കിയത്. കുറേ പേര് കൃഷി ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റേതായ രീതിയിൽ പരിപാലിക്കാണ്ട് കൃഷി ചെയ്യുന്നുണ്ട്. വേണ്ട വളങ്ങൾ കറക്റ്റായി കൊടുക്കാണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിലെ തെങ്ങ് നട്ട് വെക്കുന്നതല്ലാണ്ട് അതിന് വേണ്ട വളം കൊടുക്കുകയോ അല്ലെങ്കിൽ നന കൊടുക്കുകയോ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലല്ലേ ഇത് ഒരു വരുമാനത്തിലേക്ക് വരും. തേങ്ങേൻ്റെ എണ്ണം കുറഞ്ഞു എന്ന് പറയുന്നതല്ലാണ്ട് അതിന് കൃത്യമായി അത് പരിപാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമുണ്ട്. കാരണം തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകത്തിലോ ഇതൊരു ബിസിനസ്സായിട്ട് തന്നെ ഇവർ കാണാൻ തുടങ്ങിയതിന് ശേഷം ഇങ്ങോട്ട് അയക്കണമല്ലോ ഇത്. അപ്പോൾ ഇതിന് എപ്പോഴും കൃത്യമായ വെള്ളം കൊടുക്കുന്നുണ്ട്, അല്ലെ പരിചരണം കൊടുക്കുന്നുണ്ട്. അതിവിടെ എത്രത്തോളം പേര് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അറിയാത്തത്. ഈവൻ പച്ചക്കറീൻ്റെ കേസിലായാലും നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ടത്തിൽ പണിയെടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല. ഇന്ന് നമ്മളതിന് പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്ത് കൃത്യമായ വളം ഫെർട്ടിഗേഷൻ കൊടുത്ത് വേണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ തന്നെ അവർക്ക് അത് വേണ്ട. അന്യസംസ്ഥാനത്തു നിന്ന് വില കുറച്ച് കിട്ടുന്ന സാധനങ്ങൾ ആണ് അവർ കൂടുതൽ ചൂസ് ചെയ്യുന്നത് കടയിൽ. പിന്നെ നമ്മുടെ ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ അവരത് ചിലപ്പോൾ വില കുറഞ്ഞത് കിട്ടിക്കഴിഞ്ഞാൽ അവരത് വാങ്ങും. പക്ഷേ ആ പൈസ അവർ ഹോസ്പിറ്റലിൽ കൊടുക്കണം എന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറേണ്ടതുണ്ട്. ഇതിനൊരു ബിസിനസ്സായിട്ട് തന്നെ കാണുവാൻ വേണം. ആൾക്കാർ ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഇത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണം. ആ ചിന്ത വരുന്നതോടുകൂടി ഇതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയണം.